نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزر نکن زندگی موزر എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട മൂന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചക്കര മക്കൾക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണെടാ എല്ലാവർക്കും? അറബിയുടെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? അടിച്ചുപൊളി പരീക്ഷയല്ലേ അറബി പരീക്ഷ എന്ന് പറയുന്നത്, അല്ലെ? സെറ്റ് പരീക്ഷയായിരുന്നു. എല്ലാവരും എല്ലാ മക്കളും നല്ല അടിച്ചു പൊളിച്ച് മാർക്ക് വാങ്ങിയിട്ടുണ്ടാവുന്നുള്ള കാര്യം ഉറപ്പാണ്. സെറ്റ് അല്ലടാ? നമ്മളെ ഇമ്പോർട്ടന്റ് പാർട്സ് ലൈവുകള് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. റെഡി അല്ലേ? സെറ്റ് അല്ലേ? എടാ മക്കളെ, നമ്മളെ ഈ ഒരു വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കണം, നിങ്ങളെ ഗ്രൂപ്പിൽ അയക്കണം. അതേപോലെ താഴെ ഒരു ലൈക്ക് ഉണ്ട്, ആ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. പിന്നെ നമ്മളുടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണം. റെഡി? എടാ മക്കളെ, ഇന്ന് നമ്മൾ മാത്സ് നോക്കാൻ പോവാണ്. മാത്സ് പേടിയുണ്ടോടാ? മാത്സ് പേടിയുണ്ടോ? മാത്സ് നിങ്ങളെ കടിച്ചു പിടിച്ച് തിന്നു എന്തെങ്കിലും ആക്കിക്കാണോ? മാത്സ് നിങ്ങളെ ഒന്നും ചെയ്യൂല. സൗണ്ട് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഞാൻ തന്നെയാണ് ആള്, ഞാൻ തന്നെയാണ് ആള്. അപ്പൊ സൗണ്ട് ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജലദോഷം പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതിനൊരു വിഷയമാണ്. റെഡി? അപ്പൊ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിലൊരു മെസ്സേജ് അയച്ച് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. പിന്നെ ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് കുട്ടികൾ ഹായ് പറയാൻ വേണ്ടി മെസ്സേജ് അയക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ നോക്കിയിട്ട് ഞാൻ അയച്ചോളാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അയക്കാം. ഷമീൽ തറോൽ ഇൻസ്റ്റന്റെ നെയിമാണ്, ഷമീൽ തറോൽ കേട്ടോ. ഒരു ഫോളോ ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിന് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, റെഡി? സെറ്റടാ മക്കളെ, നമ്മൾ നേരെ പോവുകയാണ്. ഗണിതം ഭാഗം 1 സ്റ്റാൻഡേർഡ് 3 അല്ലെ? 3ാം ക്ലാസ്സിന്റെ ഗണിതം നമ്മൾ നോക്കാൻ പോവാണ്. റെഡി? അപ്പോ നമുക്കറിയാം നമ്മുടെ ആ ഒരു പാഠഭാഗത്ത് നിന്ന് ഏതൊക്കെ ചോദ്യങ്ങളാണ് വരുന്നത് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ കയ്യിൽ, നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഇല്ലേ? ടെക്സ്റ്റ് ബുക്ക് ഇല്ലേ നിങ്ങളുടെ കയ്യിൽ? ഇല്ലേ? ഇവിടെ നമുക്കറിയാം, ഇതിൽ നമുക്ക് പറയുന്ന ഈ ഒരു പാഠഭാഗങ്ങളിൽ, ഈ ഒരു പാഠഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ വരാം. കൂട്ടുകൂടാം എന്ന് പറയുന്ന പാഠത്തിൽ നിന്ന് വരെ ചോദ്യങ്ങൾ വരാം. 1ാമത്തെ യൂണിറ്റിലേക്ക് നമ്മൾ പോവാണ് മക്കളെ. 1ാമത്തെ യൂണിറ്റ് രൂപങ്ങൾ വരയ്ക്കാം. ഈ ഒരു പാഠത്തിൽ നിന്ന് എന്ത് തരത്തിൽ എങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു പാഠത്തിൽ നിന്ന് വരുന്നത്? ഇവിടെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ പഠിക്കുന്ന മെയിൻ ആയിട്ടുള്ള സാധനങ്ങളാണ് അല്ലെ? ചതുരം, ത്രികോണം അല്ലെ? സ്ക്വയറും അതേപോലെ അല്ലെങ്കിൽ റെക്റ്റാങ്കിളും അതേപോലെ തന്നെ ട്രയാങ്കിളും അല്ലെ? റെക്റ്റാങ്കിൾ നമ്മൾ പഠിക്കുന്നുണ്ട് മക്കളെ, അതേപോലെ തന്നെ ട്രയാങ്കിൾ നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പഠിക്കുന്നത് സർക്കിൾ ആണ്, വട്ടം അല്ലേ? അല്ലടാ മക്കളെ, അങ്ങനെയുള്ള 3 ഷേപ്പുകളെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? 3 ഷേപ്പുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ ഷേപ്പുകൾ വെച്ചുകൊണ്ട് നമുക്ക് ചിത്രങ്ങൾ വരയ്ക്കാൻ വേണ്ടി ചോദ്യങ്ങൾ വരും. അതാണ് ഈ ഒരു പാഠത്തിൽ നിന്ന് വരുന്നത്. ഈ ഒരു ചോദ്യം ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പ്. ഈ ഒരു പാഠം ഒഴിവാക്കിയിട്ട് ഒരു ചോദ്യം ഉണ്ടാവില്ല. ഈ ഒരു പാഠം 1ാമത്തെ പാഠത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും ചോദ്യം ഉണ്ടാവും അല്ലെ? എന്തെങ്കിലും നിങ്ങൾക്ക് 3 ഷേപ്പുകൾ തരും. 3 ഷേപ്പുകൾ തന്നിട്ട് ഈ 3 ഷേപ്പുകൾ വെച്ചിട്ട് നിങ്ങളോട് ചിത്രങ്ങൾ വരയ്ക്കാം. നമുക്ക് വരച്ചു കൊടുക്കാം അല്ലെ? നമുക്ക് അതൊക്കെ സിമ്പിൾ ആണ്, നമ്മൾ വരച്ചതാണ് അല്ലെ? നമുക്ക് ഷേപ്പുകൾ വെച്ചിട്ട് എന്ത് ചെയ്യാം, ചിത്രങ്ങൾ വരച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു ഷേപ്പ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വരച്ചു കൊടുക്കാം. ഇല്ലേ? വരച്ചു കൊടുത്തൂടെ? ഇവിടെ ഇങ്ങനെയൊക്കെ എന്ത് വേണമെങ്കിലും വരച്ചു കൊടുക്കാം അല്ലെ? റെഡി? ഇങ്ങനെ ഷേപ്പുകൾ വെച്ച് ചിത്രങ്ങൾ വരയ്ക്കാനുണ്ടാവും. അല്ലെങ്കിൽ എങ്ങനെയാ ചോദ്യം വരുന്നത് നമുക്ക് നോക്കാം അല്ലെ? ഇവിടെ നിങ്ങൾക്ക് ഒരു ചോദ്യം കാണിച്ചു തരാം അല്ലെ? തീപ്പെട്ടിക്കമ്പുകൾ കൊണ്ടൊരു നിർമ്മിതി. നോക്കടാ മക്കളെ, തീപ്പെട്ടിക്കമ്പുകൾ കൊണ്ടൊരു നിർമ്മിതി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചതുരത്തിന്റെ ഒരു വശത്ത് എത്ര തീപ്പെട്ടിക്കമ്പുകൾ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അല്ലെ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഡ്രോ ദീസ് 2 ഷേപ്സ് ബിലോ. നമ്മളോട് അതൊക്കെ റെഡി. നമ്മളോട് കൗണ്ട് ചെയ്ത് എഴുതാൻ വേണ്ടി പറയുന്ന ഒരു സംഭവം ഉണ്ട്. കൗണ്ട് ചെയ്തിട്ട് നമ്മളോട് എഴുതാൻ വേണ്ടി പറയണം. അതായത് ഇങ്ങനെ തന്നിട്ട് ചോദ്യം ഇവിടെ കാണുന്നുണ്ടാ ഞാൻ. ഓക്കെ യെസ് ഇവിടെ ഉണ്ടാ ചോദ്യം. റെഡി? ഈ ഒരു ചോദ്യമാണ് ഉദ്ദേശിച്ചത്. അതായത് ഇങ്ങനെയുള്ള ഒരു ചിത്രം തരുവാ മക്കളെ. ഇങ്ങനെയുള്ള ഒരു ചിത്രം തന്നിട്ട് ആ ചിത്രത്തിൽ നിന്ന് നിങ്ങളോട് എത്ര ഷേപ്പുകൾ ഉണ്ട് എന്ന് കൗണ്ട് ചെയ്ത് എഴുതാൻ. നോക്കൂ, ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ എത്ര ഉണ്ട്, ട്രയാങ്കിൾ എത്ര ഉണ്ട്, സർക്കിൾ എത്ര ഉണ്ട് എന്ന് നമ്മളോട് കൗണ്ട് ചെയ്ത് എഴുതാൻ വേണ്ടി പറയും. അല്ലെങ്കിൽ നമ്മളോട് ഷേപ്പ് വരയ്ക്കാൻ വേണ്ടി പറയും. ചിലപ്പോൾ ഷേപ്പ് വരയ്ക്കാനും പറയാം, അല്ലെങ്കിൽ കൗണ്ട് ചെയ്ത് എഴുതാനും പറയാം. ഇങ്ങനെയൊക്കെ നമ്മളോട് എന്ത് ചെയ്യും, ചോദ്യങ്ങൾ വരും. അപ്പൊ ഈ ഒരു സംഭവം എന്നുള്ളത് മക്കളെ ഇമ്പോർട്ടന്റ് ആണ്. 1ാമത്തെ പാഠത്തിൽ നിന്ന് 1ാമത്തെ പാഠം കഴിഞ്ഞു. ഇങ്ങനെ പോവുകയാണെങ്കിൽ ടെക്സ്റ്റ് പോയി വന്ന് തീർക്കാം സാറേ അല്ലെ? ഒരു ദിവസം കൊണ്ട് സാർ, ഒരു ദിവസവും വേണ്ട അല്ലെ? മണിക്കൂറുകൾ കൊണ്ട് സാറ് ടെക്സ്റ്റ് പോയി വന്ന് തീർക്കല്ലോ അല്ലെ? എടാ, 1ാമത്തെ പാഠത്തിൽ നമുക്ക് ഇമ്പോർട്ടന്റ് നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു സാധനമാണ്. ഈ ഒരു 3 ഷേപ്പുകൾ മക്കളെ, ഈ ഒരു 3 ഷേപ്പുകൾ ത്രികോണം, അതേപോലെ ചതുരം,
വട്ടം എന്ന് പറയുന്ന ഈ ഒരു 3 ഷേപ്പുകൾ, ട്രയാങ്കിള്, റെക്റ്റാങ്കിള്, അതേപോലെ തന്നെ സർക്കിൾ അല്ലെ, ട്രയാങ്കിൾ, അതേപോലെ തന്നെ റെക്റ്റാങ്കിൾ, അതേപോലെ തന്നെ സർക്കിൾ എന്ന് പറയുന്ന ഈ ഒരു 3 ഷേപ്പുകൾ എൻ്റെ മക്കള് പഠിക്കൽ നിർബന്ധം. അതറിയാത്ത ആരെങ്കിലും ഉണ്ടാവോ? ഈ 3 ഷേപ്പുകൾ അറിയാത്ത ആരെങ്കിലും ഉണ്ടാവോ? എല്ലാവർക്കും അറിയുന്നതാ. എടോ സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടോ? അവിടെ ക്ലാസ് എടുത്ത് സൗണ്ട് പോയി, പനി വന്നെനിക്ക്. എടാ ഒരു സ്റ്റാറ്റസ് വെക്കുക, നിങ്ങളുടെ ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാകുന്നില്ലടാ. ഒരുപാട് കുട്ടികൾ നമ്മുടെ പരീക്ഷ, ഇപ്പൊ മുന്നത്തെ കഴിഞ്ഞ EVS പരീക്ഷ, അറബി പരീക്ഷ, ഇംഗ്ലീഷ് പരീക്ഷ, ഈ ഒരു പരീക്ഷകളിലൊക്കെ നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട് സാറേ, സാറിന്റെ ക്ലാസ് കേട്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്. ചില മെസ്സേജ് ഒക്കെ കാണുന്നുണ്ട്, ചിലത് ഞാൻ കാണുന്നില്ല. പക്ഷെ ഇൻസ്റ്റയിൽ അയക്കുന്ന മെസ്സേജ് ഒക്കെ അധികം ഞാൻ കാണുന്നുണ്ട് കേട്ടോ. അവർക്കൊക്കെ അധികം റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ. റെഡി? അപ്പോഴാ മക്കളെ ഈ ഒരു സാധനം നോക്കൂ, ട്രയാങ്കിളും റെക്റ്റാങ്കിളും സർക്കിളും ആണ് അല്ലെ. ട്രയാങ്കിളും റെക്റ്റാങ്കിളും സർക്കിളും, അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ സാധനമാണ്. അതായത് ത്രികോണം, വട്ടം, അതേപോലെ തന്നെ ഈ ഒരു സാധനം ചതുരം എന്ന് പറയുന്ന ഈ ഒരു സാധനം നമുക്ക് അറിയണം. ഇതറിയണം. ഇത് ഉപയോഗിച്ചിട്ട് നമ്മളോട് ചിത്രങ്ങൾ വരയ്ക്കാൻ വേണ്ടി പറയും. അതേപോലെ തന്നെ നമ്മളോട് പറയുന്നത് എന്താ, മറ്റൊരു കാര്യം എന്താ, ചിത്രം തന്നിട്ട് അതിൽ ഈ ഒരു ഷേപ്പുകൾ എത്ര എണ്ണം ഉണ്ട് എന്ന് നമ്മളോട് ചോദിക്കും. ഇങ്ങനെ ചിത്രം തന്നിട്ട് നമ്മളോട് ഈ ഒരു ഷേപ്പുകൾ എത്ര എണ്ണം ഉണ്ട് എന്ന് ചോദിക്കും. അങ്ങനെ എത്ര എണ്ണം ഉണ്ട്, ഷേപ്പുകൾ എത്ര എണ്ണം ഉണ്ട് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അതിൽ എത്ര ഷേപ്പുകൾ ഉണ്ട് എന്ന് കൗണ്ട് ചെയ്തിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം. ഒരു മുടി മാത്രം നിൽക്കുന്നുണ്ടോ, എന്താ ചെയ്യല്? ഇങ്ങനൊക്കെ ആയാൽ എന്താ ചെയ്യാം? അപ്പോഴാ മക്കളെ ഈ സാധനം മറന്നു പറഞ്ഞിട്ടോ, ഇതെന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കുമെന്ന് വെച്ചാൽ ചോദിച്ചിരിക്കും. കാരണം നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള, ഈ ഒരു പാഠത്തിൽ നിന്ന് ചാൻസ് ഉള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ ഒരു സംഭവം. അതായത് ഇങ്ങനെ കുറെ ഷേപ്പുകൾ വരും. ഷേപ്പുകൾ വന്നിട്ട് ഏതാ ബിസ്ക്കറ്റിന്റെ ഷേപ്പ് ഏതാണ് അല്ലേ? പൊട്ടാറ്റോ ബിസ്ക്കറ്റിന്റെ ഷേപ്പ് ഏതാ? പൊട്ടാറ്റോ ബിസ്ക്കറ്റിന്റെ ഷേപ്പ് സർക്കിൾ ആണ് അല്ലെ. പിന്നെ നമുക്ക് പറയാം, പിന്നെ നമ്മുടെ ടൈഗർ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഡയറി മിൽക്ക്, ഇതിന്റെയൊക്കെ ഷേപ്പ് ഏതാ? അതിന്റെയൊക്കെ ഷേപ്പ് എന്ന് പറയുന്നത് റെക്റ്റാങ്കിൾ ആണ് അല്ലെ. പിന്നെ ത്രികോണം, ത്രികോണം. റെഡി അല്ലേ? സെറ്റ് അല്ലടാ മക്കളെ? മുടി എങ്ങനെ നിൽക്കുന്നില്ല കേട്ടോ, മുടി നിൽക്കുന്നേ ഇല്ല. മുടി ഞാൻ വേറെന്തോ ചെയ്യേണ്ടി വരും. പോട്ടെ, മുടിയൊന്നും നോക്കിയിട്ട് കാര്യമില്ല തോന്നുന്നുണ്ട്, ക്ലാസ് കിടക്കണ്ടാവില്ല. അപ്പൊ മറന്നു വേണ്ട, ഈ 3 ഷേപ്പുകൾ പഠിക്കൽ നിർബന്ധമാണ്. ഏതൊക്കെയാണ്? റെക്റ്റാങ്കിള്, ട്രയാങ്കിള്, അതേപോലെ തന്നെ സർക്കിൾ. ഈ 3 സാധനം പഠിച്ചോളൂ. അത് പരീക്ഷയ്ക്ക് വരും, ഉറപ്പ്. ഇങ്ങനെ ചിത്രം തരും. ഈ ചിത്രമൊക്കെ നാളെ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ടെങ്കിലുള്ള അവസ്ഥ ആലോചിച്ചൊക്കെ, മുള്ളൈതുലകള് അല്ലെ, ഇതേപോലെയുള്ള ചിത്രങ്ങൾ ചിലപ്പോൾ ഈ ചിത്രം തന്നെ വരും, അല്ലെങ്കിൽ ഇതേപോലെയുള്ള ചിത്രങ്ങൾ വന്നിട്ട് അതിൽ നിന്ന് കൗണ്ട് ചെയ്ത് എഴുതാം. ഓക്കെ, ഇവിടെ പോട്ടെ. അടുത്തലേക്ക്, ഒന്നാമത്തെ പാഠം കഴിഞ്ഞാൽ അടുത്തലേക്ക് പോവാണേ. എന്നെ ലൈക്ക് നിർബന്ധമായിരുന്നു, ഇനി പറയുന്നില്ല, ലാസ്റ്റ് പ്രാവശ്യം പറയുന്നത് ലൈക്ക്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യും, അല്ലാണ്ട് ബന്ധാക്കാനാ നിർബന്ധിച്ചപ്പോൾ ചെയ്യാനാവും. ഇഷ്ടമുള്ളവരൊക്കെ ചെയ്യും, പറയാൻ കഴിയല. റെഡി? സംഖ്യകൾ കൂട്ടുകാർ എന്ന് പറയുന്ന പാഠത്തിലേക്ക് പോവാണ് മക്കളെ. ഇവിടെ ഈ ഒരു പാഠത്തിൽ നിന്ന് നമുക്ക് പ്രധാനമായിട്ട് എന്തൊക്കെയാണുള്ളത്? യെസ് ഗായ്സ് അല്ലേ? ഇവിടെ നോക്കൂ. ഈ ഒരു സാധനം എന്താടാ? 1000-ന് 1000-ന് നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം അല്ലെ? 300-ഉം 700-ഉം 1000 ആണ് അല്ലെ? 900 അല്ലെ? 900-ഉം 100-ഉം 1000 ആണ്. ഇവിടെ നമുക്ക് എന്ത് എഴുതി കൊടുക്കാം? 500-ഉം 1000 ആണ്. പിന്നെയോ 600-ഉം 400-ഉം 1000 ആണ് അല്ലെ? ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എഴുതി കൊടുക്കാം. ഈ ഒരു കള്ളിയിൽ എഴുതട്ടെ. ഓല ഞാലിക്കുരുവി കാട്ടിലാടി വരുമി ലാല. ഈ സാധനം മക്കളെ പഠിക്കണേ. ഈ സാധനം ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണേ. ഈ സാധനം കാണുന്നില്ലേ? ടെക്സ്റ്റ് കാണുന്നില്ലേ? റെഡി? ഈ സാധനം ഒന്ന് നോക്കണം. ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്കറിയുന്നത് ഏറ്റവും വലിയ സംഭവമൊന്നുമില്ല. പിന്നെ ഇത് നൂറുകളുടെ കൂട്ടങ്ങളാക്കി എഴുതാൻ വേണ്ടി പറയാണ്. എങ്ങനെ എഴുതി കൊടുക്കും നമ്മൾ നൂറുകളുടെ കൂട്ടങ്ങളാക്കിയിട്ട്? 300 + 400 എങ്ങനെ എഴുതും അല്ലെ? 700 അല്ലെ? അതേപോലെ തന്നെ അടുത്തത് നേരത്തെ ചെയ്ത അതേ സെയിം സാധനം തന്നെ. 700-നെ എങ്ങനെയൊക്കെ മാറ്റാൻ വേണ്ടി പറ്റും? 350 നൂറുകളുടെ കൂട്ടാണ്. അപ്പൊ 350 പറ്റൂല. എങ്ങനെ എഴുതി കൊടുക്കാം? 600 + 100 എഴുതി കൊടുക്കാം അല്ലെ? പിന്നെ എങ്ങനെ എഴുതാം? 300 + 400 ഓൾറെഡി അവിടെ എഴുതി. പിന്നെ 200 + 500 എഴുതി കൊടുക്കാം. ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? കൂട്ടങ്ങളാക്കി നമുക്ക് എഴുതാം. ആ ഒരു സാധനം എന്റെ മക്കൾ നോക്കി വെക്കുക കേട്ടോ. പിന്നെ 1-ാം ദിവസം 2-ാം ദിവസം എന്നൊക്കെ പറഞ്ഞ ആരോഗ്യ സർവേ അല്ലെ? പിന്നെടാ ഇങ്ങനെയുള്ള ഒരു കണക്ക്, പെൻസിലിന്റെ വിലതാ. ആ കണക്ക് ഞാൻ കാണിച്ചത്. റെഡി? ഇവിടെ കണക്ക് കൊടുത്തിട്ടുണ്ട് അല്ലെ? ഇവിടെ നോക്കൂ.
അല്ലെ? പ്രണവ് കടയിൽ നിന്ന് 50 രൂപ വിലയുള്ള 2 നോട്ടുകളും 40 രൂപ വിലയുള്ള ഒരു പേനയും 27 രൂപ വിലയുള്ള ഒരു ബോക്സും വാങ്ങി കടക്കാരന് 500 രൂപ നോട്ട് നൽകി. ബാക്കി തുക അയാൾ താഴെ കാണിച്ചിരിക്കുന്ന തരത്തിലുള്ള നോട്ടുകളും നാണയങ്ങളുമായിട്ടാണ് നൽകിയത്. ആകെ എത്ര രൂപയ്ക്കാണ് സാധനങ്ങൾ വാങ്ങിയത്? കണ്ടോ മക്കളെ, ഇങ്ങനെയുള്ള കണക്കുകളാണ്. അതായത് ഒരു കണക്ക് അങ്ങോട്ട് തരും, ഒരു കണക്ക് തന്നിട്ട് അതിൽ നിന്ന് കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും, അല്ലെ ഗുണിക്കാൻ പഠിക്കുന്നില്ല, കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറയുന്ന സംഭവങ്ങളാണ് എന്തുണ്ടാവുക, ഇങ്ങനെയുള്ള കണക്കുകളിൽ നിന്നുണ്ടാവും. ഒരു കണക്ക് തന്നിട്ട് അതിൽ നിന്ന് നോക്കി 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 എഴുതാൻ. അപ്പൊ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ ഉണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്. ആ സാധനങ്ങൾ എന്ത് ചെയ്യുക, നോക്കുക. ഇതിപ്പോ ഇതിന്റെ ഒരു ചിത്രം കണ്ടതിനെ കൊണ്ട് ഞാൻ അങ്ങനെ ഒരു കണക്ക് പറഞ്ഞതേ ഉള്ളൂ. റെഡി? അപ്പൊ പിന്നെയുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഒരു അബാക്കസ് ആണ്. ഈ ഒരു അബാക്കസ് ആണ് അല്ലെ, 100, 10, 1 അല്ലെ. അബാക്കസിന്റെ നമുക്കറിയാം മക്കളെ, 100 ഉണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് 100ന്റെ ഭാഗമാണ്, ഇത് 10ന്റെ ഭാഗമാണ്, ഇത് 1ന്റെ ഭാഗമാണ് അല്ലെ. അതാണ് ഇവിടെയൊക്കെ കൊടുത്തത് അല്ലെ. ഇവിടെ 2 100 അല്ലെ, എത്രയാ 200. 10 എത്രയാണുള്ളത്? 1 2 3 4 5 6 10 അല്ലെ. 6 10 ഒന്നുകൾ എത്രയാ? 1 2 3 അല്ലെ. ഇങ്ങനെ സിമ്പിൾ ആയിട്ട് എഴുതി കൊടുക്കുക അബാക്കസ് അല്ലെ. ഇവിടെ നോക്ക്, 1 2 3 അല്ലെ, 3 10 ഒന്നുമില്ല, 0 ഇവിടെ 1 ആണ് അല്ലെ. റെഡി അല്ലേ? സെറ്റ് അല്ലേ? ഇനി നമുക്ക് ഇതാ എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങൾ വരയ്ക്കാണ് ഇവിടെ. ഇഷ്ടമുള്ളതാ വരയ്ക്കുന്നത്. ഒന്നുമില്ല, എനിക്ക് ഇഷ്ടമുള്ള പോലെ വരയ്ക്കാം. നോക്കൂ, ഇത് എത്രയാണുള്ളത്? നമുക്ക് കൗണ്ട് ചെയ്ത് എഴുതാം അല്ലെ. നോക്കൂ, 1 2 3 4. ഇവിടെ നോക്കൂ, 1 2 3 4 5 അല്ലെ, 5. ഇവിടെയോ 1 2 3 4. കണ്ടോ? സിമ്പിൾ. ഇങ്ങനെയാണ് അബാക്കസ് എഴുതി കൊടുക്കുന്നത്. ഇങ്ങനെ അബാക്കസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അബാക്കസിനെ സിമ്പിൾ ആയിട്ട് ചെയ്താൽ അല്ലടാ മക്കളെ. അബാക്കസ് അറിഞ്ഞൂടെ? അബാക്കസ് അല്ലേ ഇത്? എന്താ സാധനം? അബാക്കസ് ഉണ്ട്. റെഡി? അബാക്കസിന്റെ മുത്തുകൾ അല്ലെ. റെഡി? ഇനി അക്കത്തിൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇത് പഠിക്കൽ നിർബന്ധമാണ്. 125 405 അല്ലെ. അതേപോലെ തന്നെ 890, അതേപോലെ തന്നെ 342 അല്ലെ. ഈ ഒരു സംഭവം 342 അല്ലെ. 340 ഈ സാധനം നമ്മൾ പഠിക്കുന്നില്ലേ? യെസ്, ഈ ഒരു സംഭവം തന്നെയാണ് മക്കളെ. ഈ ഒരു സാധനം നോക്കണം. ഈ ഒരു പേജ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് പേജ് ആണ്. ഈ ഒരു പേജ് ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു അബാക്കസിന്റെ പേജ് ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെടാ മക്കളെ അല്ലെ. ഓക്കെ, നമ്മൾ പറഞ്ഞേ അബാക്കസിന്റെ കണക്കുകളൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. റെഡി? എടാ ഇതില് ഇതുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകളൊക്കെ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. 300 രൂപ അല്ലെ. ഈ ഒരു സാധനം നോക്കണ മക്കളെ. 300 രൂപനെ എങ്ങനെയൊക്കെ എഴുതാം? 300 രൂപ അല്ലെ. പിന്നെയോ 300 1 രൂപ അല്ലെ. പിന്നെ 5 രൂപ എത്ര എണ്ണമാക്കി എഴുതാൻ വേണ്ടി പറ്റും? 50 രൂപ എത്ര എണ്ണമാക്കി എഴുതാൻ പറ്റും? ഈ ഒരു സാധനം ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. ഈ ഒരു സംഭവമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ തന്നെ മക്കളെ ചെയ്തു നോക്കി തന്നെ പഠിക്കണം. ഓക്കെ, റെഡി? പിന്നെ സംഖ്യാ പാറ്റേൺ ആണ് മക്കളെ. സംഖ്യാ പാറ്റേൺ ഇല്ലാണ്ട് ഒരു ചോദ്യം ഉണ്ടാവില്ലേ, ഉറപ്പിച്ചോ. സംഖ്യാ പാറ്റേൺ, അതായത് കണ്ടോ സംഖ്യാ പാറ്റേൺ നമുക്ക് നോക്കാം. ഇതിന്റെ വർക്കുകളിൽ വരുന്നുണ്ടാവും ഇതൊക്കെ. നോക്കൂ, സംഖ്യാ പാറ്റേൺ 11 22 33 44, ഇവിടെ 55, ഇവിടെയോ 66 അല്ലെ. എടാ ഒരു സംഖ്യാ പാറ്റേൺ കിട്ടിയാൽ ഒരു അടുത്ത സംഖ്യയുമായിട്ടുള്ള ആ ഒരു വ്യത്യാസം എന്താ നോക്കുക. അടുത്ത സംഖ്യയുമായിട്ടുള്ള വ്യത്യാസം 11 22 തമ്മിലുള്ള വ്യത്യാസം എന്താ? 10 ആണ് വ്യത്യാസം അല്ലെ. അങ്ങനെ എന്ത് ചെയ്യുക, ആ വ്യത്യാസം കണ്ടെത്തിയിട്ട് നമ്മൾ പാറ്റേൺ പൂർത്തിയാക്കുക. പാറ്റേൺ വരൂ എന്നുള്ള കാര്യം ഇമ്പോർട്ടന്റ്. ഉറപ്പിച്ചോ പാറ്റേൺ മക്കളെ എന്തായിട്ടുണ്ടാവും. പാറ്റേൺ ഇല്ലാത്ത ഒരു ചോദ്യം തന്നെ ഉണ്ടാവുള്ളൂ. റെഡി? പിന്നെടാ ഈ ഒരു ചോദ്യം ഒന്ന് ചെയ്തു നോക്കണം. കണ്ടോ, ഈ ഒരു ചോദ്യം ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണേ. സ്കൂൾ സ്റ്റോറിലേക്ക് 950 പെൻസിലുകൾ വേണം. മിൻഹ 7 പെട്ടി പെൻസിലുകളും 6 പാക്കറ്റ് പെൻസിലുകളും കൊടുത്തു. ഒരു പെട്ടിയിൽ 100 പെൻസിലുകളും ഒരു പാക്കറ്റിൽ 10 പെൻസിലുകളുമാണ് ഉള്ളത്. ഇനി എത്ര പെൻസിലുകൾ കൂടി കൊടുത്താൽ 950 ആകും? അതായത് 7 പെട്ടി പെൻസിലുകൾ അല്ലെ, പിന്നെയോ 6 പാക്കറ്റ് പെൻസിലുകൾ അല്ലെ. ഒരു പെട്ടിയിൽ എത്രയാണുള്ളത്? 100 പെൻസിലുകളാണ് ഉള്ളത് കേട്ടോ. 100 പെൻസിലുകളാണ് ഉള്ളത്. ഒരു പാക്കറ്റില് 10 പെൻസിലുകളാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ട് ഈ ഒരു കണക്ക് എങ്ങനെയാ ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു സാധനം നിങ്ങൾ എന്തായാലും ചെയ്തു നോക്കണം. റെഡി? ഇനി ഇതേപോലെ വിട്ടുപോയ കളങ്ങൾ പൂരിപ്പിക്കുക. ഈ സാധനം ഒന്ന് ചെയ്തു നോക്കുക. നമ്മളെ പാറ്റേൺ ആണ് ഈ സാധനം വരുന്നത് അല്ലെ. 1000 പോവുകയാണ്, നമ്മൾ 1000ത്തിലേക്ക് പോവാണ്. റെഡി? പോയോ? മൊത്തത്തില് അടിച്ചു പോയി. കണക്ക് പഠിക്കണ്ടേ? കണക്ക് പഠിക്കണം. എവിടെ? റെഡി? വാ വേഗം വാ, കണക്ക് പഠിക്കണം ഞങ്ങൾക്ക്. റെഡി? 1000 റെഡി?
പോവുകയാണടാ മക്കളെ. 1000 അല്ലേ, 1002, 1003, 1004 ചെസ് നമ്പർ വെച്ചിട്ടുള്ള കളികളാണ് ഇവിടെ അല്ലെ. ഓക്കെ റെഡി. പണം ശേഖരിക്കുക. യെസ് ഗൈസ്. ഈ ഒരു സാധനം എത്ര ഒന്നുകൾ, എത്ര നൂറുകൾ, ഈ സാധനം നോക്കണേ. ഇതിന്റെ ചോദ്യം ഉണ്ടോ നോക്കാം നമുക്ക് താഴോട്ട് കേട്ടോ. റെഡി. ഈ ഒരു ക്രിക്കറ്റ് ബാറ്റ് അല്ലേ, എന്താ കായിക മത്സരം 900 രൂപയിൽ നൽകി ഓരോരുത്തർ. യെസ് ഗൈസ്, ഈ കണക്കൊന്ന് ചെയ്തു നോക്കണം. ഈ കണക്ക് എന്തായാലും ചെയ്തു നോക്കണം. നമ്മുടെ വീഡിയോ എത്ര നേരത്തെ ഇടുന്നത് തന്നെ ഈ സാധനങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കേണ്ടിട്ടാണ്. റെഡി. ആ സാധന കണക്കുകളൊന്ന് ചെയ്തു നോക്കുക. കുട്ടികളുടെ മത്സരം ഞാൻ കണ്ടുപിടിച്ച രീതി. 2 അക്ക സംഖ്യകൾ, സംഖ്യാ കാർഡ്, മണിയർ റൂമിന്റെ കാർഡുകൾ നോക്കൂ. റെഡി. ഏറ്റവും ചെറിയ സംഖ്യ അബാക്കസിൽ വരച്ച് കാണിക്കൂ. ഈ ഒരു സാധനം നോക്കണേ. അബാക്കസിന്റെ കണക്ക് നമ്മൾ പറഞ്ഞല്ലേ. യെസ്. അബാക്കസിലെ 100ന്റെ സ്ഥാനത്ത് നിന്ന് ഒരു മുത്തെടുത്ത് 10ന്റെ സ്ഥാനത്തിട്ടാൽ എത്ര സംഖ്യ കുറയും? ഇപ്പോഴത്തെ സംഖ്യ എത്രയാ? ഈ ഒരു ചോദ്യം കണ്ടില്ലേ? ഈ ഒരു ചോദ്യം എന്റെ മക്കൾ ചെയ്ത് നോക്കണം. അബാക്കസിന്റെ നമ്മൾ പറഞ്ഞതാണ് അല്ലെ. ഇപ്പോഴത്തെ സംഖ്യ എത്രയാ? 100, 10, 1 അല്ലെ. 100, 10. ഓക്കെ അതല്ല. 1, 1, 2, 3, 4. ഇവിടെ എത്രയാ? 2. പിന്നെ എത്രയാ? 3 അല്ലെ. 423. മുത്ത് മാറ്റുമ്പോഴുള്ള സംഖ്യ എന്താ പറഞ്ഞത്? അബാക്കസിലെ 100ന്റെ സ്ഥാനത്ത് നിന്ന് ഇവിടുന്ന് ഒരു മുത്ത് എടുത്തിട്ട് ഇവിടേക്ക് ഇട്ട്. അപ്പൊ എത്രയായിരിക്കും എന്നാ ചോദിച്ചത്. അപ്പൊ 333 അല്ലെ. 100ന്റെ സ്ഥാനത്ത് ഒരു മുത്ത് 1ന്റെ സ്ഥാനത്ത് ഇട്ടാൽ സംഖ്യ എത്ര കുറയും അല്ലെ. 100ന്റെ സ്ഥാനത്ത് നിന്ന് ഒരു മുത്ത് എടുത്തിട്ട് 1ന്റെ സ്ഥാനത്ത് കിട്ടാൽ എത്രയാ കുറയാ? ആ ഒരു കണക്ക് ഈ ഒരു സംഭവം മക്കളെ ഒന്ന് ചെയ്തു നോക്കൽ നിർബന്ധമാണ്. റെഡി. ഓക്കെ. അബാക്കസ്. പിന്നെടാ മക്കളെ ഈ ഒരു സാധനം പാറ്റേൺ പൂർത്തിയാക്കാം. പാറ്റേൺ എന്തായാലും വരും. പിന്നെടാ ഈ ഒരു സാധനം ഞാൻ കാണിച്ചിരുന്നു. നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്, നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടില്ല, പോയിട്ട് ഒന്ന് കാണണേ കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടില്ല, പോയിട്ട് കാണണേ. മാത്സിലാ. യെസ് നോക്കൂ. 748 എങ്ങനെയൊക്കെ നമുക്ക് മാറ്റി എഴുതാൻ വേണ്ടി പറ്റുമോ? 748 74, 10, 8 ഒന്നാക്കിയിട്ട് നമുക്ക് മാറ്റി എഴുതാം. അതേപോലെ തന്നെ 748 ഒന്നാക്കിയിട്ട് മാറ്റി എഴുതാം. 100കള് അതേപോലെ 48 ഒന്നുകളാക്കി മാറ്റി എഴുതാം. പിന്നെ 7 100കള്, 4 10കള്, 8 ഒന്നുകളാക്കിയിട്ടൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് മാറ്റി എഴുതാം അല്ലെ. ഇങ്ങനെ അല്ലെ. എടാ മക്കളെ ഇങ്ങനെ ചെയ്തുകൂടാ നമുക്ക്? 748 74 10s, 8 1s, 748 1s. ഈ ഒരു സാധനം ഉണ്ടല്ലോ, ആ ഒരു സാധനം പരീക്ഷക്ക് അധികവും ചോദിക്കുന്നതാ. എനിക്ക് 4ാം ക്ലാസ്സിലെ പരീക്ഷക്ക് ഇന്നൊക്കെ ഈ ഒരു സാധനം വന്നിട്ടുണ്ട്. 4ാം ക്ലാസ്സിലെ പരീക്ഷക്ക് ഇന്ന് ഇത് വന്നിട്ടുണ്ട്. പാറ്റേൺ പൂർത്തിയാക്കാൻ വന്നിട്ടുണ്ട്. ഇതൊക്കെ നോക്കൂണ്ടാവും ഉറപ്പാണ്. റെഡി. ഇനി കൂട്ടുകൂടാമെന്ന് പറയുന്ന പാഠത്തിലേക്ക് പോവാണ് നമ്മള്. എനിക്ക് തോന്നുന്നത് ഇങ്ങനത്തെ ഒരു ചോദ്യം 4ാം ക്ലാസ് കണ്ടുകിടക്കുന്നത്. പൂമ്പാറ്റന്റെ പൂവില്ലയോ അങ്ങനത്തെ എന്തോ ഒരു ചോദ്യം കണ്ടത് 4ാം ക്ലാസ്സിൽ. കൂട്ടുകൂടാമെന്ന് പറയുന്ന പാഠം ഒന്ന് നോക്കാം. ഇന്നലെ അതിന് മാത്രം കണക്കുകളൊന്നും ഇല്ലാന്നാ തോന്നുന്നത്. അല്ല, അതിന് മാത്രം കണക്കല്ല, ഇതിന് അത്രയും കാലം വരുമോ എന്നുള്ളത് നോക്കുന്നത്. നമുക്ക് ഇതിന്റെ നേരെ താഴോട്ട് പോയി നോക്കാം. ഇതിന്റെ വർക്കിലേക്ക് പോയി നോക്കാം കേട്ടോ. നമുക്ക് കണക്കുകൾ ഉണ്ടോ എന്നുള്ളത് കേട്ടോ. ഈ ഒരു 3 പാഠമുണ്ടല്ലോ മക്കളെ, 3 പാഠം എന്തായാലും നോക്കുക. നിർബന്ധമാണ്. 3 പാഠം എന്തായാലും നോക്കുക. അതേപോലെ ഇത് കൂട്ടാനുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് അല്ലെ. 3 പാഠം എന്തായാലും നോക്കുക. ഇതില് ഇങ്ങനെയുള്ള പാറ്റേണുകൾ എന്തായാലും ഒന്ന് നോക്കുക. ഓക്കെ റെഡി. 2,000 നോട്ടുകൾ കൊടുത്തു. 50 നോട്ടുകൾ 2 രൂപയുടെ നാണയം കിട്ടിയത് ഏത് രൂപമാണെന്ന് കണ്ടെത്തും. എന്റെ ഊഹം അത്ര എഴുതി. ഈ ഒരു പാഠം ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. ഈ ഒരു പാഠം ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കുക. അതിന്റെ മുന്നത്തെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ ഒരു സംഭവങ്ങൾ എന്റെ മക്കൾ പഠിച്ചോളി. ആ ഒരു സാധനം എന്തായാലും വരും. നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്ലാസ് എന്തായാലും കാണണേ കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് എന്തായാലും കാണാൻ നിർബന്ധം വരും എന്നുള്ള കാര്യം. ഈ ഒരു സാധനം നോക്കണേ. കളം പൂർത്തിയാക്കാൻ ഈ ഒരു സംഭവം ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ ഒരു സാധനം പഠിക്കണം. പാറ്റേൺ പൂർത്തിയാക്കൽ പഠിക്കണം. പിന്നെ അബാക്കസിന്റെ അബാക്കസിന്റെ നമ്മൾ പഠിക്കുന്നതാണ്. ആ ഒരു സാധനം ഒന്ന് നോക്കി വെക്കുക കേട്ടോ മക്കളെ. പിന്നെ സംഖ്യാ കാർഡ്, ആകെ 2 അക്ക സംഖ്യ എത്രയാ? ഓക്കെ. ഈ ഒരു സാധനം കുട്ടികളുടെ മത്സരം കേട്ടോ. ഇത് നോക്കുക. പ്രധാനമായിട്ട് ഈ ഒരു 1000ന്റെ പാഠം ഉണ്ടല്ലോ, 1000 എന്ന് പറയുന്ന പാഠം, ഇതിലാണ് ഒരുപാട് കണക്കുകൾ പറയുന്നത്. ഈ ഒരു പാഠത്തിന്റെ ടെക്സ്റ്റ് ബുക്ക് മാത്രം നോക്കിയാൽ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട. ഒരു ക്വസ്റ്റ്യൻ പേപ്പറോ ഒരു സാധനമോ ഒന്നും നോക്കണ്ട. ടെക്സ്റ്റ് ബുക്ക് എന്ത് ചെയ്യുക? ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് ഇതിലുള്ള വർക്കുകൾ, ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസിലുള്ള വർക്കുകൾ നന്നായിട്ട് ചെയ്തു നോക്കുക. അതിൽ ഞാൻ പറഞ്ഞ വർക്കുകൾ എക്സ്ട്രാ ഒന്ന് കൂട്ടി ചെയ്യുകയും ചെയ്യുക. ഉറപ്പ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. മാത്സ് നിങ്ങൾ ഒന്നിനെ പറ്റും പഠിക്കണം. ഒരു ചുക്കുമല്ല മാത്സ്, ഒന്നുമല്ല മാത്സ്, ഈസി ആയിട്ട് കിട്ടും. ഉറപ്പിച്ചടാ മക്കളെ. ആ ഒരു സാധനങ്ങൾ എന്റെ മക്കൾ എന്തായാലും നോക്കണേ. റെഡി.
ഇവിടെയൊക്കെ എന്തോ ചെസ് നമ്പറിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നതൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. റെഡി? ഓക്കെ, സെറ്റ്. ഇത്രയും പറയുന്നില്ല, കൂടുതലൊന്നും പറയുന്നില്ല. ചെറിയൊരു അസുഖത്തിന്റെ ഒരു വിഷയം കൂടി ഉള്ളതിനെ കൊണ്ട് വേഗം നിർത്തുകയാണ് കേട്ടോ. കൂടുതൽ സൗണ്ട് എടുക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ അടുത്ത ലൈവ് ഉണ്ട്, 4ാം ക്ലാസ്സുകാരൻ്റെ അറബിക്കിന്റെ ലൈവും കാര്യങ്ങളൊക്കെ ഉണ്ട്, മൊത്തം ഷെഡ്യൂൾഡാണ്. ഓക്കേടാ മക്കളെ, അപ്പൊ ഈ സാധനങ്ങളൊക്കെ ചെയ്തു നോക്കുക. പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു പോയിക്കോ, പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് നോക്കിക്കോ. നിങ്ങൾക്ക് അത് ഉപകാരം ഉണ്ടാവും, നിങ്ങൾക്ക് അത് എന്തായാലും പരീക്ഷയ്ക്ക് വരാൻ ചാൻസും ഉണ്ടാവും. ആ സാധനങ്ങൾ ചെയ്ത് നോക്കിയിട്ട് പഠിക്കാൻ സെറ്റാക്കുക. ഓക്കെ ആണോ? അപ്പൊ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും ബൈ ബൈ, ടാറ്റ.